ശ്രീ ഉല്ലാസ് ബാബു, കേന്ദ്രത്തിലെയും ദേശീയ തലത്തിലെയും കേരളത്തിലെയും രണ്ടു സാഹചര്യങ്ങളാണ് കോൺഗ്രസിന്റെയും LDFന്റെയും പ്രതിനിധികൾ പറഞ്ഞത്. ആദ്യത്തെ ഘട്ടമായതുകൊണ്ട് തന്നെ വിശദമായി എല്ലാവരും സംസാരിക്കുകയുമാണ്. ശ്രീ ഉല്ലാസ് ബാബു, ഇപ്പോൾ ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് രാഹുൽ ഗാന്ധിക്ക് ഇലക്ഷൻ കമ്മീഷൻ അയച്ചിരിക്കുന്ന നോട്ടീസ്, രേഖകൾ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് അയച്ചിരിക്കുന്ന നോട്ടീസ്, ആ നോട്ടീസിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ ചില കാര്യങ്ങളിലെ ഘടകവിരുദ്ധത അടക്കം ചൂണ്ടിക്കാണിക്കുന്നു. ഈ ശകുൻ റാണി വോട്ട് ചെയ്തു എന്ന് തെളിയിക്കുന്നതിനാവശ്യമായ രേഖകളുണ്ടെങ്കിൽ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അവർ രണ്ടിടത്ത് വോട്ട് ചെയ്തിട്ടില്ല എന്ന് ശകുൻ റാണിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കിയതായി ഇലക്ഷൻ കമ്മീഷൻ പറയുകയും ചെയ്യുന്നു. അപ്പോൾ മാത്രമല്ല, അങ്ങനെ ഇലക്ഷനിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ നൽകിയ വോട്ടേഴ്സ് ലിസ്റ്റിന്റെ പരിശോധനയിലാണ്. വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പിന്റെ ആധികാരികവും അടിസ്ഥാനപരവുമായ രേഖയാണ്. അത് പരിശോധിക്കാനേ എല്ലാവർക്കും കഴിയുകയുള്ളൂ. അതിന് പേരിൽ ഒരാൾ വോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കാൻ നിലവിലുള്ള സംവിധാനങ്ങൾ അനുസരിച്ച് ഒരു പൗരനോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ കഴിയില്ല. അത് ഇലക്ഷൻ കമ്മീഷനാണ് അതിൽ കൃത്യത വരുത്തേണ്ടത്. അതിനാവശ്യമായ CCTV ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ അവസ്ഥയിൽ ഇങ്ങനെ ഒരു കള്ളവോട്ട് നടന്നിട്ടില്ല എന്ന്, കള്ളവോട്ട് രേഖപ്പെടുത്തപ്പെട്ടു എന്ന് പറയുന്ന വോട്ടേഴ്സ് ലിസ്റ്റിലെ ആ ID ഉള്ള വ്യക്തിയോട് ചോദിക്കുക എന്ന് പറയുന്നതാണോ ആധികാരികമായ ഇലക്ഷൻ കമ്മീഷൻ ഉള്ള ഒരേ ഒരു മാർഗം എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം അങ്ങയോട്. ഹലോ ശ്രീ ഉല്ലാസ് ബാബു, കേൾക്കാമോ? അല്ല, ഒരു ചോദ്യം എന്ന് പറഞ്ഞപ്പോഴേ രണ്ടാമത്തെ വേറെ ചോദ്യം ഉണ്ടെന്ന് വിചാരിച്ചു. അത് രണ്ടും, ഒന്ന് ദേശീയ തലത്തിലും ഒന്ന് സംസ്ഥാനത്തുമായതുകൊണ്ട് ഇതിന് മറുപടിക്ക് ശേഷം പറയാമെന്ന് വിചാരിച്ചാണ്. പറയും. രണ്ടും പറയാം. തൃശ്ശൂർ പറയാം. ഞാനും ബഹുമാനായിട്ടുള്ള മുൻ മന്ത്രിയും 3 തവണത്തോളം MLA ആയിട്ടുള്ള VS സുനിൽകുമാറും അതുപോലെ തന്നെ ശ്രീ കോൺഗ്രസിൻ്റെ ലിജു, രണ്ടുപേരും പറയുന്നത് ഞാൻ കേട്ടിരുന്നു. ഇവർ രണ്ടുപേർക്കുള്ള മറുപടി എന്ന് പറയുന്നത്, നമ്മൾ ബഹുമാനായിട്ടുള്ള മുൻ മന്ത്രി പറഞ്ഞു, ഇവിടെ ജയിച്ചാൽ അല്ലെങ്കിൽ തോറ്റാൽ അത് അംഗീകരിക്കുന്നില്ല എന്നുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു ആരോപണമാണ് BJPയുടെ ആളുകൾ മുഴുവൻ എപ്പോഴും വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ശരിയല്ല. ഇതിവിടെ വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ അകത്ത് വിഷയം. അത് പരിപൂർണമായിട്ട് ഞാൻ ഈ ബഹുമാനായി സുനിൽകുമാർ എന്ന് പറയുന്നേക്കാൾ ഉപരി ഞാൻ സുനിലേട്ടാന്ന് സ്ഥിരം വിളിക്കുന്നതാണ്. അതുകൊണ്ട് അതാണ് നാവിൽ വരുന്നത്. സുനിലേട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് രാഷ്ട്രീയപരമായിട്ട് സുരേഷ് ഗോപി എന്ന് പറയപ്പെടുന്ന വ്യക്തി തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ കൃത്യമായി ജനങ്ങളുടെ അടുത്തുനിന്ന് വോട്ട് മേടിച്ച് ജയിച്ച് തന്നെയാണ് മത്സരിച്ച് ജയിച്ചത്. നോക്കൂ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, മാധുവും അത് കൃത്യമായിട്ടൊന്ന് അവലോകനം ചെയ്ത്, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ മാധുവിനെ എതിർക്കാം. തൃശ്ശൂരിലെ നിയമസഭാ മണ്ഡലങ്ങൾ ഓരോന്നോരോന്ന് നിങ്ങളെടുത്ത് നോക്കണം. മന്ത്രി രാജൻ അടക്കമുള്ള, CPIയുടെ മുകുന്ദൻ അടക്കമുള്ള, CPIയുടെ ബാലചന്ദ്രൻ അടക്കമുള്ള 3 MLAമാരും ബാക്കി എല്ലാവരും CPMൻ്റെ MLAമാരുമുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ ഓരോ പഞ്ചായത്തുകളും എടുത്തെടുത്ത് നിങ്ങൾ പരിശോധിക്കണം. ബഹുമാനായിട്ടുള്ള സുനിൽകുമാർ അടക്കമുള്ള അന്തിക്കാട് പഞ്ചായത്തിൻ്റെയും മുൻപത്തെയും ഇപ്പോഴത്തെയും തെരഞ്ഞെടുപ്പുകളിൽ വന്ന വോട്ട് ഡിഫറൻസ് നിങ്ങൾ നോക്കണം. ആ വോട്ട് ഡിഫറൻസിൽ ഇവരുടെ വോട്ടുകൾ എവിടെ നിന്ന് ചോർന്നു പോയി എന്നുള്ള അവർ പഠിക്കേണ്ടതാണ്. നമ്മൾ പഠിക്കേണ്ടതല്ല. BJPയിലേക്ക് കിട്ടിയെന്ന് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്രയധികം MLAമാരും ഇവരുടെ BLOമാരും അതേപോലെ തന്നെ BLAമാരും ഒക്കെ ഉണ്ടായിട്ടും ഒരു വോട്ട് ചേർക്കുന്ന പ്രക്രിയ, അതൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വോട്ട് ചേർക്കുന്ന പ്രക്രിയക്കകത്ത്, ആ പ്രക്രിയക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോകാനുണ്ട്. അവിടെ അന്വേഷിക്കുന്നുണ്ട്, കൃത്യമായി അന്വേഷിക്കും. ഓപ്പോസിറ്റ് പാർട്ടിക്കാർക്ക് എന്ന് പറഞ്ഞാൽ BLAമാരടക്കമുള്ള ആളുകൾക്ക് അത് അവിടെ ഇല്ല എങ്കിൽ ഡിലീറ്റ് ചെയ്യും, അവർ അതിനെ എതിർക്കും. എന്നിട്ടൊക്കെയാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വരുന്നത്. കൃത്യമായി കരട് രേഖ കരട് വോട്ടർ പട്ടിക 1, 2, 3 കഴിഞ്ഞു. എന്നിട്ട് കൃത്യമായി കാര്യം ചെയ്തു. അപ്പോഴൊന്നും പരാതിയില്ലാത്ത ഇവർ, അപ്പോഴൊന്നും പ്രശ്നമില്ലാത്ത ഇവർ അപ്പം പറഞ്ഞ് KP രാജേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഞാൻ 3 പരാതികൾ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിനകത്ത് വിഷയം. അത് കഴിഞ്ഞു, ഇലക്ഷൻ കഴിഞ്ഞു, 1.5 കൊല്ലവും കഴിഞ്ഞു. എന്താ പറയുക, അരിയും തിന്നു ആശയിച്ചും കഴിച്ചു, പിന്നെയും പട്ടിക്ക് മുറുമുറുപ്പ് എന്ന് പറഞ്ഞാൽ സുനിലേട്ടനെ പറഞ്ഞതല്ല കേട്ടാ, ഞാനൊരു പഴഞ്ചൊല്ല് പറഞ്ഞതാണ്. അങ്ങനെയുള്ള രീതിയിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഇന്നലെ ശ്രീ ടാജറ്റ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിൻ്റെ ഇവിടെ പത്രസമ്മേളനം നടത്തിയത്? ജോസ് വള്ളൂരിനെ മാറ്റിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? മുരളീധരൻ പറഞ്ഞിട്ടാണ്. മുരളീധരൻ എന്താ പറഞ്ഞത്? എൻ്റെ പാർട്ടിക്കകത്ത ആളുകൾ ഏജൻറ്റുകളായി പോലും പാർട്ടി ബൂത്തുകളിൽ ഇരിക്കാതെ എന്നെ തോൽപ്പിച്ചു. ആദ്യം അതല്ലേ പറഞ്ഞത്? രണ്ടാമത് കമ്മീഷനെ വെച്ചില്ലേ? മൂന്നാമത് DCC പ്രസിഡന്റിനെ അടക്കം മാറ്റി
മാറ്റിയിട്ട് അവനവൻ്റെ പാർട്ടിക്കകത്തു നിന്നാണ് എന്നെ വലിച്ചത് എന്ന് ഇതേ മുരളീധരൻ പറഞ്ഞു. അന്ന് മുരളീധരൻ ഈ ആരോപണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ബഹുമാനായിട്ടുള്ള CPM-ൻ്റെ ഒരു വലിയൊരു നേതാവിനെതിരെ ഈ സുനിൽകുമാർ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. വേണ്ട മാതിരി ചെയർമാൻ പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞല്ലോ. ഇവരും കമ്മീഷനെ വെച്ചല്ലോ, ഇവർ അന്വേഷണം നടത്തിയല്ലോ. അപ്പോൾ ഇവർക്ക് ആ സമയത്ത് ആരോപണങ്ങളൊന്നുമില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ പൂരം കൊണ്ടുവന്നു. തൃശ്ശൂർ പൂരം കലക്കിയിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന് പറഞ്ഞു. ഇതൊക്കെ തൃശ്ശൂരിലെ വോട്ടർമാരോട്, പാർലമെൻറ്റിലുള്ള വോട്ടർമാരോട് നിങ്ങൾ കാണിക്കുന്ന ഒരു നീതികേടാണ്. പിന്നെ പറഞ്ഞത് സുരേഷ് ഗോപി 11 വോട്ട് ചേർത്തു. ഇത് സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ രാഷ്ട്രീയക്കാർക്ക് വോട്ട് എങ്ങനെ ചേർക്കുമെന്നും വോട്ട് എങ്ങനെ ലിസ്റ്റിൽ വരുമെന്നും കരട് രേഖ എങ്ങനെ ഇറക്കുമെന്നും കരട് വോട്ടർ പട്ടിക വന്നാൽ ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒക്കെ കൃത്യമായിട്ട് അറിയാം. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ പ്രക്രിയ അറിയില്ല. അപ്പോൾ അവരിലേക്ക് ഒരു അൺട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയപ്പെടുന്ന ഒരു ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സുരേഷ് ഗോപിയുടെ വീട്ടിൽ 11 വോട്ട്, അത് വലിയ തർക്കമായി. സുരേഷ് ഗോപി 5 വർഷമായിട്ട് തൃശ്ശൂരിലെ നെട്ടിശ്ശേരിയിലെ സുജിത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ താമസിക്കുന്ന കാര്യം ലിഷോയോടൊന്നും അത് ചോദിക്കുക. ലിഷോയെ അവിടെ പോയിട്ടില്ല, 5 വർഷവും ബൈറ്റ് എടുത്തിരുന്ന അവിടെ പോയിട്ടില്ല, ഇൻ്റർവ്യൂ എടുത്തിരുന്ന. സ്വാഭാവികമായിട്ട് തിരുവനന്തപുരത്തുണ്ടായിരുന്ന വോട്ട് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് സുരേഷ് ഗോപി വോട്ട് മാറ്റും. സുരേഷ് ഗോപിയുടെ ഭാര്യ രാധികയും മകൻ ഗോകുലും മകൻ ഗോവിന്ദും ഭാവിനിയും ഭാര്യയും ഒക്കെ വോട്ട് മാറ്റും. അതിലെന്താ കുഴപ്പമുള്ളത്? ആ വോട്ട് അദ്ദേഹം 5 വർഷമായിട്ട് ആ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ പറഞ്ഞ ആ വീട് ഇപ്പോൾ എവിടെ? ആ വീട് വിറ്റതിന് ശേഷം ക്യാമ്പ് ഓഫീസുണ്ട്, അത് NRK എന്ന് പറയപ്പെടുന്ന ചെമ്പൂക്കാവിലുള്ള ഓഫീസിലുണ്ട്. അദ്ദേഹം ഔദ്യോഗിക വസതി ഡൽഹിയിൽ താമസിക്കുന്നു. ഇങ്ങനെ പിന്നാലെ കൂടിയിരിക്കുകയല്ലേ അനാവശ്യമായിട്ടൊരു കാര്യം. ഇവർക്ക് സുരേഷ് ഗോപി ജയിച്ചത് ഉൾക്കൊള്ളാനോ അതിനെ അംഗീകരിക്കാനോ BJP ജയിച്ചു എന്ന് അംഗീകരിക്കാനുള്ള ഒരു മാനസിക സംഘർഷമുണ്ട്. അത് സ്വാഭാവികമാണ്. ഞാൻ ലോ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ABVPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ഞാൻ ടോസിൽ തോറ്റ സമയത്ത് ഏകദേശം 5 ആഴ്ച എടുത്തു എനിക്ക് ആ മാനസിക സംഘർഷത്തിൽ നിന്ന് പുറത്തു വരാനായിട്ട്. അപ്പോൾ ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാകുമ്പോൾ ആ മാനസിക സംഘർഷത്തിൽ നിന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും മുക്തി നേടാനായിട്ട് ചിലപ്പോൾ 1.5 കൊല്ലം എടുത്തേക്കാം. അല്ലാതെ ഇതിനകത്ത് ഈ ആരോപണങ്ങളിൽ യാതൊരുവിധ കഴമ്പുമില്ല. സോമ സുന്നിയാടൻ്റെ വീട്ടിൽ 8 വോട്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവിടെ 4 പേരല്ലേ താമസിക്കുന്നുള്ളൂ. ബാക്കി 4 പേര് എവിടെയാണ്? ഇരിഞ്ഞാലക്കുടയിലല്ലേ, ഈ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലല്ലേ, ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ കൂടെയല്ലേ. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കൃത്യമായിട്ട് തന്നെ എനിക്ക് തൃശ്ശൂരിൽ വീടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് എങ്കിൽ എനിക്കതിനകത്ത് രേഖകൾ കൃത്യമാണ് എങ്കിൽ ആധാർ കാർഡുകളും കൃത്യമാണ് എങ്കിൽ ഞാൻ അതിന് അപേക്ഷ കൊടുത്താൽ അതനുസരിച്ച് അന്വേഷണം നടത്തിയാൽ അതനുസരിച്ച് ഇവരുടെ ആളുകൾ, ഞാൻ ചോദിക്കട്ടെ, ഈ വോട്ട് ചേർക്കുമ്പോൾ ഞാൻ ഇവരുടെ ആരോപണം എന്താ? കള്ളോട്ട് ചേർത്തു, കൂടുതൽ വോട്ട് ചോദിച്ചു. ദേശമംഗലത്തിലുള്ളവർ ഇവിടെ വന്നു, പാലക്കാടുള്ളവർ ഇവിടെ വന്നു, അപ്പുറത്തുള്ളവർ വന്നു, ഇപ്പുറത്തുള്ളവർ വന്നു എന്നല്ല ഇവരുടെ ആരോപണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ഈ ആരോപണ പ്രക്രിയ നടക്കുന്ന സമയത്ത്, ഈ വോട്ടർ പട്ടികയിൽ കയറുന്ന സമയത്ത് അതിനെ ഡിലീറ്റ് ചെയ്യാനോ അതിനെ എതിർക്കാനോ ഇവരുടെ ആളുകൾ അവിടെയൊക്കെ കൃത്യമായിട്ടുണ്ടായിരുന്നില്ലേ? ഇവരുടെ ഓഫീസർമാർ നിരവധി പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഇടവേള എടുക്കാം. രാഹുൽ ഗാന്ധിക്ക് ഇലക്ഷൻ കമ്മീഷൻ നൽകിയ ഇന്നത്തെ നോട്ടീസ്, അതുമായി ബന്ധപ്പെട്ട കാര്യം കൂടി പറയാമോ? അതായത് ഈ ആരോപണം ഉന്നയിച്ച ഐഡന്റിറ്റി കാർഡ്, ആ ID കാർഡിലുള്ള ആളോട് പോയി ചോദിക്കുക എന്ന് പറയുന്നതാണോ അങ്ങനെ ഒരു ഇലക്ഷൻ ക്രമക്കേട് നടന്നിട്ടില്ല എന്ന് സാധൂകരിക്കാനുള്ള, ആധികാരികമായി പറയാനുള്ള ഇലക്ഷൻ കമ്മീഷന്റെ ഒരേ ഒരു മാർഗം? ഒരു ഭരണഘടനാ സ്ഥാപനം നിരവധി കാര്യങ്ങൾ ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുത്ത് ഇരുന്ന വ്യക്തി ഒരു ഭരണഘടനാ സ്ഥാപനത്തിനെതിരെ പുറമെ LED വാളും വെച്ചിട്ട് ഇങ്ങനെ വസ്തുതാവിരുദ്ധമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പരിപൂർണമായിട്ട് നിരവധി കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണ് എന്ന് കൃത്യമായി കാണിച്ചു കൊടുക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ മൗനമായിട്ടിരിക്കുകയും എന്നാൽ അതിനെതിരെ നിയമപരമായ നടപടികളിലേക്ക് ആദ്യം പോകാതെ പബ്ലിക്കിൻ്റെ ഇടയിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ അതേ വാക്ക്, അൺട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇവർ എവിടെയാണ് പറയുന്നത്, ഇവരെവിടെയാണ് ഉന്നയിക്കുന്നത്? നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ ഇദ്ദേഹം എന്തെങ്കിലും ഉറച്ചു നിൽക്കുന്നുണ്ടോ? എത്ര കാലമായി രാഹുൽ ഗാന്ധി ഈ ഉണ്ടയില്ല വെടി പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു? നിങ്ങൾ മാധ്യമങ്ങളല്ലേ പറഞ്ഞു അണുബോംബ് പൊട്ടിച്ചു, അണുബോംബ്, അതിൽ അണുവില്ല, ബോംബുമില്ല, ഒന്നുമില്ല, അത് പൊട്ടാസായി മാറിപ്പോയി. അപ്പോൾ ഇദ്ദേഹം ഇതേപോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു ഭരണഘടനാ സ്ഥാപനത്തിനെതിരെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രവർത്തിച്ച് ആ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് അവിടെ ജനങ്ങളിൽ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നൊരു നടപടികൾ നിരവധി തവണയായിട്ട് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹം നിരവധി കാര്യങ്ങൾ ഉന്നയിച്ചു. ആ നിരവധി കാര്യങ്ങൾ, ഇപ്പോൾ ഒരു റിപ്പോർട്ടർ ചാനൽ ഇവിടുത്തെ ഒരു സംഘം കർണാടകയിൽ പോയിരുന്നു. അവിടെ എല്ലാവരും പോയി ചോദിച്ചു, ഒരു ഫ്ലാറ്റിൽ ഇത്ര വോട്ടുകൾ. ആ ഫ്ലാറ്റിൻ്റെ ഉടമ വന്നു, അയാൾ പറഞ്ഞു ഞാൻ കറ കളഞ്ഞ കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ അതിൽ കുറ്റമുണ്ടായില്ലേ? ഇനി അവിടെ അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ആക്ഷേപമുണ്ട് എങ്കിൽ അവിടെ ഒരു നിയമപ്രക്രിയ നടക്കുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള ഒരു കയറ്റലോ ഒരു കുറയ്ക്കലോ ഒരു മാറ്റലോ ഉണ്ട് എങ്കിൽ അത് കൃത്യമായിട്ട് ഇടപെടാനും കൃത്യമായി പരാതി കൊടുക്കാനും ആക്ഷേപം ഉന്നയിക്കാനും
ഉന്നയിച്ച ആക്ഷേപം ഇത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കാനും അതിൽ തൃപ്തിയില്ലെങ്കിൽ നിയമപരമായി നോക്കാനും അതിനുശേഷം അത് പ്രയാസം കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് അന്വേഷിക്കാനും എല്ലാം കൃത്യമായി വ്യവസ്ഥയുണ്ടെന്നിരിക്കെ ആ വ്യവസ്ഥകളുടെ പുറകിലൊന്നും പോകാതെ ഈ ഉണ്ടയില്ലാ വെടി പ്രഖ്യാപിച്ചുകൊണ്ട് പൊതുസമൂഹത്തിനകത്ത് BJP-യോട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ കോൺഗ്രസും ഇടതുപക്ഷവും കൂടി ഈ വെടി ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കും. തുടങ്ങിയ ഈ പ്രയാസമാണ്. ആ പ്രയാസം മാറില്ല. ഇനി 10-50 കൊല്ലം കഴിഞ്ഞാലും മാറില്ല. കാരണം പോയി ചോദിക്കുകയാണോ ആധികാരികമായ ഒരേ ഒരു മാർഗം ഇലക്ഷൻ കമ്മീഷന് മുന്നിലുള്ളത് എന്നാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചിരുന്നത്.